ശങ്കുട്ടി ദാസ്, ഇത് 2006 മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ഡിഫൻസ്. മൻമോഹൻ സിംഗ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം പാർശ്വവൽകൃത സമൂഹത്തിന്റെ ആകെ വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം SC/STസിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം OBC വിഭാഗങ്ങളെ കുറിച്ച്, വനിതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദ കോമ്പണന്റ് പ്ലാൻസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് will need to be revitalized. We will have to devise innovative plans to ensure that the minorities, particularly the Muslim minority, are empowered to share equitable in the fruits of development. They must have the first claim on resources എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കുമ്പോൾ, നമ്മുടെ നാട് വികസിക്കുമ്പോൾ ആ വികസനത്തിന്റെ ഫലങ്ങൾ ഇക്വിറ്റബിളായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി കിട്ടണം എന്ന് പറഞ്ഞതിന്റെ അടുത്ത വരിയായിട്ടാണ് അവർക്കാണ് വിഭവങ്ങളിലെ ആദ്യത്തെ അവകാശം എന്ന് പറഞ്ഞത്. അതെന്താണ് എന്ന് സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെ പിടിച്ച് എൻ്റെ ചോദ്യം, ശരി ഇനിയിപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണെങ്കിൽ അങ്ങനെയും ആവാം. അതിനപ്പുറത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് ഏത് നുഴഞ്ഞുകയറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്? അത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? അതിന് ഒരു ഉത്തരം കിട്ടിയാൽ മതി. നോക്കൂ, ഇതിന് ഓരോന്നിനും ഞാൻ ഉത്തരം തരാം. നിങ്ങൾ ആദ്യം ഈ വാചകത്തെ നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്ത രീതി ശരിയല്ല, അതിനെ തർജ്ജമ ചെയ്ത രീതി ശരിയല്ല. പ്രധാനമന്ത്രി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനെ 3 ഒരൊറ്റ വാചകമായിട്ട് നിങ്ങൾ തർജ്ജമ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവർ ഈ പറയുന്ന രാജ്യത്തെ മൊത്തം സമ്പാദ്യം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുമ്പോൾ ഇവർ ആർക്കാണ് കൊടുക്കുന്നത്? 2006 മൻമോഹൻ സിംഗ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവർ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണോ ചെയ്യുന്നത്? രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിന്റാണ് ഇവർ എന്താ പറയുക സംഖ്യാനുപാതികമായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങ് വാട്സ്ആപ്പ് ഫോർവേഡ് മൂലം വായിക്കുന്ന സമയത്ത് ഇന്ത്യ ഗേറ്റിലുള്ള ആളുകളുടെ പേരുകളൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അല്ല, അദ്ദേഹത്തിന് അനുമതി ഉണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. ഒറ്റ മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞോളൂ. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ ശങ്കുട്ടി ദാസേ, നിങ്ങളോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വത്ത് തുല്യമായി വീതിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും അതിക്രമിച്ച് കയറി, അല്ലെങ്കിൽ സർക്കാർ അതിക്രമിച്ച് കയറി അവരുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി കൊടുക്കുമെന്നാണോ? നിങ്ങൾ ഏത് പ്രാകൃത യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളെപ്പോലെ വിദ്യാസമ്പന്നനായ ഒരു യുവ വിവരമില്ലാത്ത പ്രധാനമന്ത്രിക്ക് പറയാം, നിങ്ങൾ ഇത് പറയാമോ? നിങ്ങൾ വിദ്വേഷം പരത്തരുത്. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ശരി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അങ്ങയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹൈദരാബാദിലെ പൊതുറാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റ് സെൻസസ് നടത്തും. ആ കാസ്റ്റ് സെൻസസ് നടത്തിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം എത്രയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. OBCകളുടെ പ്രാതിനിധ്യം എത്രയാണ്, SC/ST പ്രാതിനിധ്യം എത്രയാണ്, മറ്റ് അവശ്യ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഇതിനുശേഷം ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ ഞങ്ങൾ നടത്തും. ഓരോ ആളുകളുടെയും കൈവശമുള്ള വ്യക്തിഗതമായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ പോലും കണക്ക് ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. ജനസംഖ്യയുടെ വലിയൊരു ശതമാനമുള്ള SC/ST OBC വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന വിഭവങ്ങളുടെ വലിയൊരു പങ്ക് കിട്ടുന്നില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല. അത് കിട്ടുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള സ്വത്തിൻ്റെ ഇൻവെന്ററി എടുത്തിട്ട് ഇത് എന്താ പറയുക മെജോറിറ്റി വൈസിൽ, അതായത് ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ കാര്യത്തിൽ അങ്ങേക്ക് സംശയമൊന്നും വേണ്ട. നിങ്ങൾ അധികാരത്തിലേറിയാൽ അത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങൾക്കൊരിക്കലും അധികാരത്തിലേറാനോ അത് ചെയ്യാനോ സാധിക്കില്ല. നോക്കൂ, അത് എത്രത്തോളം ഒരു തെറ്റായിട്ടുള്ള സാമ്പത്തിക നയമാണെന്നതിന് ലോകത്തെ എല്ലായിടത്തും ഉദാഹരണങ്ങളുണ്ട്. ഒരു അധ്വാനിക്കുന്ന ഒരാൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീമാൻ പഴകുളം മധു, അങ്ങയുടെ അതേ പ്രായത്തിൽ, അങ്ങയുടെ അതേ കാലഘട്ടത്തിൽ ജനിച്ച, അങ്ങയുടെ അതേ സ്കൂളിൽ പഠിച്ച, അങ്ങയുടെ അതേ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്ന ഒരാൾ. പക്ഷേ അയാളൊരു മടിയനായിരുന്നു, അയാൾ ജോലിക്കൊന്നും പോയിരുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് വളർന്നു, നിങ്ങൾ ജോലി സമ്പാദിച്ചു, നിങ്ങൾ സമ്പാദിച്ചു. നാളെ ഒരു സർക്കാർ അധികാരത്തിലേറിയിട്ട് പറയുകയാണ് പഴകുളം മധുവും മറ്റേ ആളും ഒരേ ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുള്ള ആൾ, ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, മറ്റാൾക്ക് ഒന്നുമില്ല. അത് ശരിയല്ല. അതുകൊണ്ട് ഇയാളുടെ 25 ലക്ഷം എടുത്ത് മറ്റാൾക്ക് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധ്വാനിക്കുന്ന ആളുകൾ ഇല്ലാണ്ടായി പോവും. ഇവിടെ ആരെയാണ് നമ്മൾ ഇൻസെന്റിവൈസ് ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്? അധ്വാനിക്കുന്ന ആളുകളെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നു. അധ്വാനിക്കാതിരിക്കുന്ന ആളുകളെ ഇൻസെന്റിവൈസ് രാജ്യത്തിന്റെ വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യ സ്വത്തെടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണോ? ആ നിലയ്ക്ക് ഒരു കാര്യത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഞാൻ ചോദിച്ച മൗലികമായ ചോദ്യം, ഇനിയിപ്പോ നിങ്ങളുടെ ചാർജ് കോൺഗ്രസ് മുസ്ലിങ്ങൾക്കാണ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ പ്രാഥമിക അവകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ സ്വത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ആരോപണമെങ്കിൽ എന്തിനാണ് അവരെ ഈ തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാർ
അവരെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ ഡീമോണൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സമൂഹത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ സമൂഹത്തിന്റെ 14% വരുന്ന ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു ജനസമൂഹത്തോട് ഈ തരത്തിൽ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു സമൂഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യുക? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ? ശ്രീ അഭിലാഷ്, നിങ്ങൾ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടതായി ഭാവിക്കുന്നില്ല. ഒരു തവണ കൂടി എനിക്ക് അവസരം തരൂ. ഇവിടെ പ്രധാനമന്ത്രി മുസ്ലിം സമൂഹത്തെ എല്ലാം നുഴഞ്ഞുകയറ്റക്കാരെന്നോ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നോ വിളിച്ചത് പ്രസ്താവനകളാണ്. ഇതിനെ മൂന്നായി കാണണം. ഞാൻ പറയാം, ഓരോന്നിന്റെയും ഫാക്ച്വൽ ആയിട്ടുള്ള പിൻബലം ഞാൻ പറയാം. പ്രധാനമന്ത്രി ചോദിക്കുന്നു, നിങ്ങൾ ഈ സ്വത്ത് മുഴുവൻ ഏറ്റെടുത്തിട്ട് ഇത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ 2006 പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കാണോ നിങ്ങൾ കൊടുക്കുന്നത്? അതൊരു ചോദ്യം. അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള പിൻബലം എന്താ? 2006 മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് അതിന്റെ ഫാക്ച്വൽ ആയിട്ട് പിന്തുണ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജനസംഖ്യ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കാണോ കൊടുക്കുന്നത്? കാരണം രാഹുൽ ഗാന്ധി പറയുന്നു ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുക്കുക. ഓരോരുത്തരുടെയും എത്രയാണോ റെപ്രസെന്റേഷൻ, ജിത്ന ഉപാധി ഉത്ന ഹക്ക്, ഇത് രാഹുൽ ഗാന്ധി വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. എത്രയാണോ നിങ്ങളുടെ ജനസംഖ്യ അത്രത്തോളം നിങ്ങൾക്ക് അവകാശം. അപ്പൊ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കാണോ കൊടുക്കുന്നതെന്ന് പറഞ്ഞതിന്റെ ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്താ? രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്കാണോ കൊടുക്കുന്നത്? കാരണം എന്താ? ഇവിടെ CAA വിഷയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന അഭയാർത്ഥികളെ മാത്രമല്ല നുഴഞ്ഞുകയറ്റക്കാരെയും അതേപോലെ പരിഗണിക്കണമെന്ന് വാദിച്ചിരുന്ന ആളുകളാണ് കോൺഗ്രസ്. റോഹിംഗ്യയിൽ നിന്നുള്ള മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യകൾക്ക് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ജീവന് വേണ്ടി ഓടി വരുന്ന അഭയാർത്ഥിയുടെ അതേ സ്റ്റാറ്റസ് കൊടുക്കണമെന്നാണ്. NRC ഉണ്ടാവുന്ന സമയത്ത് NRC നടപ്പാക്കാൻ പാടില്ല. രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇവിടെയുള്ള പൗരത്വം അനുവദിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് പൗരത്വം നിഷേധിക്കരുത്, നുഴഞ്ഞുകയറ്റക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ രാജ്യത്തെ വിഭവങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണമെന്നാണോ നിങ്ങളുടെ വാദം? മൂന്ന് കാര്യത്തിലും കോൺഗ്രസിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിന്റെ ഫാക്ച്വൽ പിന്തുണയുണ്ട്. ഈ പിന്തുണ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇതാണ് ഇതിന്റെ, താങ്കൾ ഈ പറയുന്നത് പോലെ ഒന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. CAA കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ അടുത്തടുത്ത വാചകങ്ങളിൽ ആദ്യത്തെ വാചകം എന്താ? നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആദ്യം നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്വത്തിന്റെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ സെന്റൻസ്. തൊട്ടടുത്ത സെന്റൻസ്, അതിനർത്ഥം അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും വീതം വെക്കുമെന്നാണ്. തൊട്ടടുത്ത സെന്റൻസ് ആണ് അത്. അതിനുശേഷമുള്ള സെന്റൻസ്, നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ? ഇത് മൂന്നാമത്തെ സെന്റൻസ്. ഇത് അടുക്കി വരികയാണ്. അതിന്റെ ഇടയ്ക്ക് വേറെ CAA കുറിച്ചോ താങ്കൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചോ ജനസംഖ്യാ വിസ്ഫോടനത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുസ്ലിം പരാമർശം ഒന്നാമത്തെ വരിയിൽ, രണ്ടാമത്തെ വരിയിലാണ് നുഴഞ്ഞുകയറ്റവും പിന്നെ കുട്ടികൾ ഉണ്ടാക്കലും. അത് വളരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആയ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നിങ്ങൾ ഇത് ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ഈ വരിയുടെ എണ്ണം കണക്കാക്കുന്നത്? നിങ്ങളുടെ വെള്ളക്കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള വരിയിൽ ആദ്യത്തെ വരി അതായതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറഞ്ഞ കാര്യം മൻമോഹൻ സിംഗ് ഷുഡ് ഹാവ് ഫസ്റ്റ് ക്ലെയിം എന്ന് പറഞ്ഞത് എടുക്കുമ്പോൾ നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ പ്രഭാഷണം മുഴുവൻ കേൾക്കണമെന്ന് പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള പ്രഭാഷണത്തിലെ അവസാന ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾ അതാണ് ആദ്യത്തെ വരി എന്ന് പറയുന്നത്. അതിന്റെ മുഴുവൻ വരികളില്ലേ? അതിന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. ഇപ്പൊ ഞാൻ മോദിയുടെ 3 വരികൾ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിന്റെ 3 വരികൾ പറഞ്ഞാൽ വളരെ ക്ലിയർ ആവും കാര്യങ്ങൾ. മൻമോഹൻ സിംഗ് പറഞ്ഞത് നമ്മുടെ സമൂഹം വികസിക്കുമ്പോൾ, രാജ്യം വികസിക്കുമ്പോൾ അതിന്റെ ഈക്വൽ ആയി എല്ലാവർക്കും കിട്ടണം എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. നരേന്ദ്രമോദി പറഞ്ഞത് ഇതും ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറയാണ് ദ മെജോറിറ്റി ഓഫ് ദിസ് നേഷൻ, പർട്ടിക്കുലർലി ദ ഹിന്ദു, ഷുഡ് ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓവർ ദ റിസോഴ്സസ് ഓഫ് ദിസ് കൺട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? അത് നിങ്ങൾ ചന്ദ്രഹാസ ഇളക്കില്ലേ? ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതൃത്വം തകർന്നു തരിപ്പടായതുകൊണ്ട് നിങ്ങൾ തന്നെ ചന്ദ്രഹാസം എടുത്ത് വെട്ടി വെളിച്ചപ്പെട്ടില്ലേ? അതേ സ്ഥാനത്ത് പ്രധാനമന്ത്രി ന്യൂനപക്ഷത്തിനാണ് അവകാശം, അതിൽ തന്നെ മുസ്ലിങ്ങൾക്കാണ് അവകാശം എന്ന് പറയുമ്പോൾ അതെന്താ ഒരു പ്രശ്നമില്ല? ഇതെന്താ വിഭവത്തിന്റെ മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത് പിറ്റേന്ന്? അതായത് ഈ പറഞ്ഞ 2006 ഡിസംബറിലെ ഈ ദിവസത്തിന്റെ തൊട്ട് പിറ്റേന്ന് PMO തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ? നമുക്ക് മൈനോറിറ്റീസിനെ എംപവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ, നമ്മുടെ സമൂഹം വികസിക്കുമ്പോൾ ആ വികസനത്തിന് അനുസൃതമായി അതിന്റെ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്ന വിധത്തിൽ, ഇക്വിറ്റബിൾ ആയി കിട്ടുന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ എംപവർ ചെയ്യണം എന്നല്ലേ മൈനോറിറ്റി എന്ന് പറയുന്നത്?
ഇനി ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, മൈനോറിറ്റി എന്ന് പറയുന്നത് പ്രത്യേക പരിഗണന വേണ്ട ഒരു ക്ലാസ് ആണെന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താ ഒരു വിഭാഗത്തിന് പർട്ടിക്കുലർ മൈനോറിറ്റീനെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരെ? പർട്ടിക്കുലർലി ദ മുസ്ലിം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണ്? മൈനോറിറ്റി സാമൂഹിക സുരക്ഷ വേണ്ട, അവശതയിൽ നിന്ന് ഒരു സാമൂഹിക വിഭാഗമാണെന്ന് എടുത്താൽ അവർക്കിടയിൽ എന്താണ് പ്രത്യേക? ആ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങളുടെ സവിശേഷമായ പിന്നാക്കാവാസ സംബന്ധിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സജീവമായ ചർച്ചയിലുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത്. SC/ST വിഭാഗങ്ങൾക്കിടയിലോ OBC-യിലെ മറ്റു വിഭാഗങ്ങൾക്കിടയിലോ പിന്നാക്കാവസ്ഥ ഉണ്ടായിരുന്നില്ലേ 2004, 2006 കാലഘട്ടത്തിൽ? കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പോളറൈസേഷൻ ആണ് അവിടെ ചെയ്തത്. ഇതിനെയാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുക. അത് കോൺഗ്രസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിനെ എന്താണ് വാചകം ആദ്യത്തെ തൊട്ട് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അത് SC/ST നോക്കൂ, അത് ഞാൻ നേരത്തെ അത് വായിച്ചു, താങ്കൾ കേട്ടതായിരിക്കും. താങ്കൾ ആ പ്രസംഗം അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളെ റീവൈറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം SC/ST വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മൈനോറിറ്റീസ് പർട്ടിക്കുലർലി ദ മുസ്ലിംസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചും ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചും പ്രധാനമന്ത്രിമാരുടെ പ്രസ്താവനകളെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ മുൻവിധികളും എങ്ങനെയാണ് മാറി നരേന്ദ്രമോദി വളരെ കൃത്യമായി ഉന്നം വെച്ചത് ഒരു ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത് കുറ്റകരമാണെന്ന മുൻവിധിയോടുകൂടി നിങ്ങൾ കേൾക്കുന്നു. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തി നിങ്ങൾ ആദ്യമേ അന്തിമ തീർപ്പ് പറയുന്നു. അങ്ങനെയല്ല ശ്രീ ശങ്കു. ഒന്ന്, ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് താങ്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, BJP-ക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, എന്റെയും ശ്രീ പഴകുളം മധുവിന്റെയും ശ്രീ ജയിക്കിന്റെയും ഈ നാട്ടിലെ ഹിന്ദു, മുസ്ലിം, സിഖ്, ജൈന, ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ജനവിഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ പറഞ്ഞ ന്യൂനപക്ഷത്തെ ആവട്ടെ മറ്റ് ജനവിഭാഗങ്ങളെ ആവട്ടെ അവരെ എംപവർ ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രധാനമന്ത്രി ആ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ അദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ളതാണ് പ്രശ്നം. അപ്പം ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഈ തരത്തിലുള്ള മുൻവിധിയോടുകൂടിയുള്ള സമീപനം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുലർത്തിയാൽ അത് വിദ്വേഷത്തിനപ്പുറത്തുള്ള മറ്റെന്താണ്? പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ളതല്ല. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിനെതിരായിട്ടുള്ളതാണ്. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ളതാണ്, അതല്ലാതെ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ളതല്ല.